ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദ ബിലോ ഫോർച്യൂൺ 77 ടാറോട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിന്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സന്റെ മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറലാണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക. 3 ടൈംസ് ഔട്ട് നിങ്ങൾ പറയുക. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എന്റെ വ്യൂസ്, എന്റെ പേഴ്സന്റെ മോർണിംഗ് തോട്ട്സ് എന്തായിരുന്നു, ഏർലി മോർണിംഗിൽ അവരെന്താണ് ചിന്തിച്ചിട്ടുള്ളത്. പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. വ്യൂവേഴ്സിനെ കുറിച്ചിട്ട്, അവർക്കുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് എന്താണ് ചിന്തിച്ചിട്ടുള്ളത്. കമന്റ് സെക്ഷനിന്റെ അടിയിൽ വരുന്നുണ്ടാവും ഏർലി മോർണിംഗിൽ എന്തായിരിക്കും അവർ ചിന്തിച്ചതെന്നൊക്കെ. അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അത് ശരിക്കും ചിന്തിക്കുന്നുണ്ടാവും. നമ്മളുടെ മൈൻഡിൽ 24/7 ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരാളായിട്ട് കണക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ കാര്യമായിരിക്കും ആദ്യം ഓർമ്മ വരുന്നുണ്ടാവുക. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നുള്ളത് കേട്ടോ. ഏസ് ഓഫ് കപ്സിന്റെ എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് കാർഡ്. ഞാൻ കമന്റുകളെല്ലാം വായിച്ച് മിക്ക ട്രോളുകളും കണ്ട് ഞാൻ ചിരിക്കാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ കമന്റ് സെക്ഷൻസ് ഒക്കെ വായിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ പേജിൽ നെഗറ്റീവ് വരുന്നതും പോസിറ്റീവ് വരുന്നതും ഒക്കെ ഞാൻ കാണാറുണ്ട്. കുറെ പേര് പറഞ്ഞു എന്റെ റീഡിങ്സ് ഒക്കെ കാണുമ്പോൾ ഒത്തിരി അധികം ഹീലിംഗ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എനിക്കതിലാണ് ഹാപ്പിനെസ്. ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകൾ കാണുമ്പോഴും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഒത്തിരി ഹാപ്പിനെസ് തോന്നാറുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ലവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പലരും പേഴ്സണലി എനിക്ക് DM ചെയ്തൊക്കെ മെസ്സേജ് അയച്ച് പറയാറുണ്ട്. മാം താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറയാറുണ്ട്. സോ എനിക്കത് കേൾക്കുമ്പോഴും എനിക്ക് വലിയ ഹാപ്പിനെസ് ആണ്. കാരണം നമ്മൾ മാക്സിമം മറ്റുള്ളവരെ ഹീൽ ചെയ്യുക, ഒരു ഹീലർ ഉള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം അത് എനിക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഒരു എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ. Five of Wands, ഡെത്തിന്റെ കാർഡ് വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് കോയിൻസിന്റെ കാർഡ് വന്നിട്ടുണ്ട്, 7 ഓഫ് സോർഡ്സ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ വലിയൊരു ലവ്ലി എനർജീസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റും. നമ്മൾ രാവിലെ തന്നെ മോർണിംഗ് തോട്ട്സിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ എഴുന്നേറ്റ് തന്നെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർ തിങ്കിങ്ങിന്റെ എനർജിയിലാണ് ആൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുള്ളത്. നമുക്ക് അതാ ഇവിടെ കാണാൻ പറ്റുന്നത്. നോക്കിക്കേ, ഒരു ഓവർ തിങ്കിങ്ങിന്റെ എനർജിയിലാണ് എഴുന്നേറ്റിട്ടുള്ളത്. ഒത്തിരി അധികം ഓവർ തിങ്കിങ്സ് എഴുന്നേൽക്കുന്നുടനെ തന്നെ ഒരു ഓവർ തിങ്കിങ്. ലൈക്ക് മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഒരു കണക്ഷന്റെ എനർജീസിലാണെങ്കിലും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഓവറോൾ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഇവരുടെ വർക്ക് പ്ലേസിലും ഇവർ മറ്റുള്ളവരുമായിട്ട് യോജിച്ച് പോകാത്തൊരു എനർജീസാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. വർക്ക് പ്ലേസിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് പ്രഷർ, അതുപോലെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഉള്ളവർ തമ്മിൽ, കോവർക്കേഴ്സ് തമ്മിലൊക്കെ ഒന്നും കണക്ട് ആവാതെ പോവുക, വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള രീതിക്കുള്ള സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ ഒരു വ്യക്തിക്ക് വർക്ക് പ്ലേസിലാണെങ്കിലും. എനിക്ക് ഒരു വ്യക്തി ആരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പോകുന്ന ഒരു എനർജീസ്, വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു എനർജീസാണ് നിങ്ങളുടെ പേഴ്സന്റെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി അധികം സ്റ്റബോൺ എനർജിയിലുമാണ് നിൽക്കുന്നുള്ളത്. ഇയാളുടെ ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം എവിടെയാണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം എസ് അടിക്കണം, അത് യെസ് ആണ് എന്നുള്ള ഒരു എനർജിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരും എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കണം. ആ ഒരു എനർജിയാണ് ഇവർ ആഗ്രഹിക്കുന്നുള്ളത്. ദി ഹാങ് ടു ആൻഡ് എനർജി. അപ്പം സോ ആ ഒരു എനർജിയിലാണ് രാവിലെ തന്നെ ഈ ഒരു വ്യക്തി എഴുന്നേറ്റിട്ടുള്ളത്. പിന്നെ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഡെത്തിന്റെ എനർജീസ് ആണ്, ഒരു എൻഡിങ്സിന്റെ എനർജീസ് ആണ്. ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ മേജർ എൻഡിങ്സ് നടന്നിട്ടുണ്ട്. അപ്പം ആ ഒരു എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇതുമില്ല. മൊത്തത്തിലൊരു സ്റ്റക്നെസ് ആണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകണം, പക്ഷെ ആഗ്രഹിക്കുന്ന രീതിക്ക് ഈ ഒരു വ്യക്തി പോകണം എന്ന് ആഗ്രഹിക്കുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഇയാളുടെ സോൾ ആഗ്രഹിക്കുന്ന രീതിക്ക്, ഇയാളുടെ മനസ്സ് പറയുന്ന രീതിക്ക് ഇയാൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു കണക്ഷനിലും സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇവര് പറയുന്ന ഒരു കാര്യമായിരിക്കും, ആക്ഷൻസ് വേറൊരു കാര്യമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് രണ്ടും കൂടി ആവുമ്പോൾ കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. ശരിക്കും ഈ ഒരു വ്യക്തിയുടെ ആക്ഷനും ഇവരുടെ
വായിന്ന് വരുന്ന കാര്യങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലുള്ള ഒരു മാച്ചും തോന്നുന്നില്ലല്ലോ എന്നുള്ള ഒരു എനർജീസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നിങ്ങളോട് ഒത്തിരി അധികം നുണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം, വഞ്ചിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാവാം. അതൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ ഒരു ഓൺ ആൻഡ് ഓഫ് എനർജീസിൽ നിന്നിട്ടുണ്ടാവാം. നിങ്ങളെ എപ്പോഴും ഒരു ഞാൻ ഈ ഒരു കണക്ഷനിൽ നിന്ന് പോയാലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫോർ ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു സീരിയസ്നെസ് തന്നിട്ടുണ്ടാവില്ല, നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തിക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ടാവില്ല. ഒരു വാല്യൂ ഇല്ലാതെ ആയിരിക്കും പലപ്പോഴും ഈ ഒരു കണക്ഷനിൽ ഒരു വ്യക്തി നിന്നിട്ടുള്ളത്. ഒരു പ്ലെയർ എനർജിയിൽ മൈൻഡ് ഗെയിംസ് കളിക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക. നിങ്ങൾ ഒത്തിരി അധികം മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു വ്യക്തി. ബട്ട് ഡോണ്ട് വറി, ഇവിടെ ഇവരുടെ കർമ്മയെ ഇവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഫേസിൽ കൂടിയാണോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, സെയിം ഫേസിൽ കൂടിയാണ് ഈ ഒരു വ്യക്തിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ഇയാളുടെ ലൈഫിൽ ഓവറോൾ എനർജി, കരിയറിലും ഇയാൾക്ക് പ്രശ്നങ്ങളാണ്. അത് മാത്രമല്ല ഇവരുടെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും, ഇപ്പം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഇവർക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ലാഴികൊന്നും ഞാൻ പറയുന്നില്ല, ഇഷ്ടമുണ്ട്. ഏസ് ഓഫ് കപ്സിന്റെ എനർജീസ് ആണ്. ബട്ട് എന്താ പറയാ, അങ്ങോട്ടേക്ക് ചെന്ന് അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് കളയാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ ഒരു എനർജീസ് ആണ്. ഇപ്പം ഈ ഒരു ടൈമിലാണെങ്കിലും അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ വരികയൊക്കെ ചെയ്യാം, യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. പക്ഷെ ഇവിടെ കമ്മിറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങൾ ഈ നോ കോണ്ടാക്ട് എനർജി നീണ്ടു പോകുന്നുള്ളത്. Please guide me, universe. Why you raise Knight of Coins? 4 കാർഡ്സ് കഴിഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ എടുക്കുന്നില്ല. പേഴ്സണൽ മോർണിംഗ്. ഓക്കെ, 9 ഓഫ് സോൾസ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വ്യക്തി നൈറ്റ് ഒന്നും ഉറങ്ങിയിട്ടില്ല. നേരെ ചെയ്യണം, ഇവരുടെ ഉറക്കം മൊത്തത്തിൽ പോയി കിടക്കാണ്. എന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, പേഴ്സണൽ ലൈഫും ശരിയല്ല, പ്രൊഫഷണൽ ലൈഫും ശരിയല്ല. രാവിലെ ഇവിടുന്ന് അങ്ങോട്ട് ജോബിന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങളാണ്, മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. ഇയാൾ എവിടെ പോയി, നമ്മൾ പറയില്ലേ ഞാൻ എവിടെ പോയി പരിപാടി നടത്തിയാലും ഇത് അവസ്ഥ എന്ന് പറയില്ല, എന്ന് പറഞ്ഞോളത്തെ ഒരു അവസ്ഥയാണ് ഇയാൾക്ക്. ആ ഒരു സിറ്റുവേഷൻ ഇപ്പം ഞാൻ എവിടെ ചെന്നാലും അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്, ഇതാണ് അവസ്ഥ എന്നുള്ള ഒരു എനർജികളാണ്. രാത്രിയിലൊന്നും ഉറങ്ങുന്ന പോലും ഉണ്ടാവില്ല, ഉറങ്ങാതെ ഭയങ്കര പാടുപെട്ടിട്ടായിരിക്കും ഒരു വ്യക്തി ഉറങ്ങുന്നുണ്ടാവുക. നല്ല രീതിക്ക് ഫിയർ ഉണ്ടായിരിക്കും. ഇടയ്ക്കൊക്കെ സ്വപ്നങ്ങൾ കണ്ട് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളൊക്കെ കണ്ട് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രാത്രി എഴുന്നേറ്റ് നടക്കുന്ന ഒരു എനർജീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ പുള്ളി മെയിൻ ആയിട്ട് ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. Knight of Wands, third party situation, the Fool, the Empress. എനിക്കിവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജീസ് ഫീൽ ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ എനർജീസ് ആണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്റ്റിൽ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ നമ്മൾ പറയത്തില്ല നമ്മളുടെ സെൽഫ് റെസ്പെക്ട് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പവറിലായിപ്പോ നിങ്ങൾ നിൽക്കുന്നത്. കാരണം നിങ്ങൾ ടയേർഡ് ആയിട്ടുണ്ട്, മൊത്തത്തിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനെ കൊണ്ട് ടയേർഡായി. കാരണം ഒരാൾ എത്രയും കരുതിയിട്ടാണ് ഒരു കണക്ഷന് വേണ്ടിയിട്ട് അങ്ങ് എഫോർട്ട് എടുക്കുന്നത്. അപ്പം ആ ഒരു എനർജീസ് ആണ് നിങ്ങളുടെ ആഗ്രഹം. ഈ ഒരു വ്യക്തിയെ നോക്കുവാണെങ്കിലും ഇവരുടെ ഫീലിങ്സിൽ നോക്കുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഈഗോയിൽ നിൽക്കുകയാണ്. ഈഗോയിൽ നിൽക്കുന്നു. നിങ്ങൾ ഇത്ര നാളും എന്റെ കൈയും കാലും പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എങ്ങനെ ഇത്രയും ചേഞ്ച് ആയ എന്നുള്ള ഒരു കാര്യം, അതിനെ കുറിച്ചിട്ട് പുള്ളി ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. പോരാഞ്ഞിട്ട് ഇവിടെ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്, ഇവർക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഏതൊരു കണക്ഷനിലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാനായിട്ട് ഇവർ ഓക്കെ അല്ല, ഇവർ റെഡി അല്ല എന്നുള്ളതാണ്. കാരണം ഇവരെന്നും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു എനർജീസ് ആണ്. അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളെ ഈ സ്റ്റെപ്പ് ബാക്ക് ചെയ്തതിന് റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു എനർജി. സോ ഇവരുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും. ആ ഒരു കാര്യങ്ങളെ എന്താ പറയാ, ആ ഒരു കാര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തത്. മേ ബി അത് ഇവരുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം, സിറ്റുവേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ ഇവർക്ക്
നിങ്ങളെ കഴിഞ്ഞും പ്രയോറിറ്റിയിലുള്ള എന്തോ ഒരു കാര്യം ഇവരുടെ ലൈഫിലുണ്ട്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. കാരണം ആ ഒരു സ്ട്രെങ്ത് ഇല്ലായിരിക്കും ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സന്റെ. പ്രാക്ടിക്കൽ ആയിട്ട് ഇമോഷൻസ് ഉണ്ടെങ്കിലും ഫീലിങ്സ് ഉണ്ടെങ്കിലും അത്രയ്ക്കും അങ്ങ് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു എനർജീസ് അല്ല. വളരെ പ്രാക്ടിക്കൽ ആയിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി. ഇമോഷൻസിൽ ഫോക്കസ്ഡ് ആവാതെ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് മാത്രം തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിനെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, 1 minute. Divine, please guide me the viewers, the person, the moment, thoughts and directions. Your commitment is being tested. നിങ്ങൾ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഉണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അല്ലെങ്കിൽ സെൽഫ് ലവിന്റെ ഫോമിൽ നിൽക്കുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളോട് പറയുന്നത് ബാലൻസ്, സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്നുള്ള ഒരു എനർജീസ് ആണ് നിങ്ങളോട് പറയുന്നത്. സോ നിങ്ങളുടെ ഹാർഡ് വർക്ക് ഇവിടെ പേയിങ് ഓഫ് എന്നുള്ള ഒരു എനർജീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ഹാർഡ് വർക്ക് ഈസ് പേയിങ് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഈ ഒരു കണക്ഷൻ, ഈ ഒരു ആ ഒരു എനർജി ഉണ്ടല്ലോ, അപ്പം ആ ഒരു എനർജീനെ യൂണിവേഴ്സ് ടെസ്റ്റ് ചെയ്യാണ്. അതൊരു തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വാലിറ്റിയെയും അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റിയും ബാലൻസ് ചെയ്ത് പോവുക. നിങ്ങളുടെ ഈ ഒരു ഹാർഡ് വർക്കിനൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്കുള്ള ഒരു ഔട്ട്കം ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഉണ്ടാവും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ കമ്മിറ്റ്മെന്റിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. എന്ന് വെച്ചാൽ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നു എന്നല്ല, നിങ്ങളുടെ പേഴ്സണെ ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു എനർജീസ് ആണ്. ഓക്കെ, ഇവരെത്രമാത്രം ഈ ഒരു കണക്ഷനിൽ ഡെഡിക്കേറ്റഡ് ആണ്. ഇപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ പേരൻസിനോട് ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർ നമുക്ക് നല്ലതാണെങ്കിൽ മാത്രമേ തരുന്നുണ്ടാവുള്ളൂ. നമുക്ക് മോശമായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് തരുന്നുണ്ടാവില്ല. അപ്പം അതുപോലെ ഈ നിങ്ങൾ ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അത് തരാൻ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സെൽഫ് ലവ് ഇതിൽ നിങ്ങളുടെ മദർ യൂണിവേഴ്സ് സംപ്രീതയാണ് അല്ലെങ്കിൽ ഹാപ്പിയാണ്. ബട്ട് ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റ്മെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റിംഗ് പീരീഡ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കണക്ഷനിൽ. അതുകൊണ്ടാണ് ഇത്രയും അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങളുടെ കണക്ഷനിൽ വരുന്നുള്ളത്. ഒരിക്കലും നമ്മുടെ പേരൻസ് എന്താ, മദർ യൂണിവേഴ്സ് നമ്മളുടെ സ്വന്തം അമ്മയാണ്. അപ്പൊ മദർ യൂണിവേഴ്സ് നമുക്ക് നല്ലതായിട്ടുള്ളതേ നമുക്ക് തരുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിക്ക് ഈ ഒരു കണക്ഷൻ വരാത്തത്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് ഉറപ്പായിട്ടും നിങ്ങളുടെ എഫേർട്ടിന് വേണ്ടിയിട്ടുള്ള, നിങ്ങൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് തരുന്നുണ്ടാവും. ഇനി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിന് റോങ് ആണ്, നിങ്ങൾ ഇൻ ഫ്യൂച്ചർ ഈ ഒരു വ്യക്തി കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെയധികം നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് റിട്ടേൺ വരുന്നുണ്ടാവില്ല. യൂണിവേഴ്സ് അവിടെ കൊണ്ടൊരു ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. സോ ഇത്രയും സ്ട്രഗിൾസ് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവർ എത്രമാത്രം ഈ ഒരു കണക്ഷൻ ഡെഡിക്കേറ്റഡ് ആണ്, ഇവരെന്തെങ്കിലും ആക്ഷൻ എടുക്കൂ, ഇവർക്ക് ജെനുവിൻ ആയിട്ട് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ, ഇത്രയും ഒബ്സ്റ്റിക്കൽസും ചാലഞ്ചസും വരുമ്പോൾ ഈ ഒരു വ്യക്തി ഇതിന് മൂവ് ചെയ്യുമോ എന്ന് ടെസ്റ്റിംഗ് പീരീഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ. ഇതിൽ ഇവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ വരുന്നുണ്ടാവും. ഇനി ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ നിങ്ങളെ ഗിവപ്പ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കണക്ഷന് പ്രത്യേകിച്ച് മീനിങ് ഇല്ല, പിന്നെ ഇവർ വന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള രീതിക്ക് യൂണിവേഴ്സ് എപ്പോഴും ഈ ഒരു വ്യക്തിയെ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ആക്കി കളയുന്നുണ്ടാവും. എനിക്ക് ആ ഒരു ഗൈഡൻസ് ആണ് ഇവിടെ ഈ ഒരു റീഡിങ്ങിന് കിട്ടുന്നുള്ളത് കേട്ടോ. ഇതൊരു ചെറിയ റീഡിംഗ് ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വലിയൊരു എനർജീസും കിട്ടിയിട്ടില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. താങ്ക് യു സോ മച്ച്.